നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ വീട്ടിലെ ശ്രേയ എന്ന പെൺകുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടു കിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപയുമായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന സമയത്ത് വരണം. പോലീസിൽ അറിയിക്കാനോ മറ്റെന്തെങ്കിലും തരികിട പരിപാടി കാണിക്കാനോ നോക്കിയാ ശ്രേയയുടെ ശവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ആരാണ് വിളിക്കുന്നത്? ഞാൻ ആരായാലും നിങ്ങൾക്കതറിയേണ്ട ആവശ്യമില്ല. പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പണവുമായി വരിക. ശരി, എങ്കിൽ ആ സമയവും സ്ഥലവും പറയൂ. നിങ്ങൾ പണം റെഡിയാക്കി സിറ്റിയിലേക്ക് വരിക. അപ്പോ വരേണ്ട സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ശരി. ഞാൻ ഉടനെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. നല്ലതാ. നകുലിനെ പോലെ കഴിവുള്ളവർക്ക് വിദേശത്താണ് കൂടുതൽ സാധ്യത. അതെ. ആ, മഹി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മഹി, എന്തു പറ്റി? എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ പോലെ? അത് എനിക്കിപ്പോ ഒരു കോള് വന്നു. ഗംഗയെ തട്ടിക്കൊണ്ടുപോയ കാര്യം മഹി അറിഞ്ഞു എന്ന് തോന്നുന്നു. ഒന്നും അറിയാത്ത പോലെ നകുല അഭിനയിച്ചു തകർക്കുന്നുണ്ടല്ലോ. ഇവൻ ഒരു അഭിനയ സിംഹം തന്നെ. ഒരു കോള് വന്നതിന് നീ ഇങ്ങനെ ടെൻഷനാവുന്നത് എന്തിനാ? അത് അമ്മേ, നമ്മുടെ ശ്രേയ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. ആരെ തട്ടിക്കൊണ്ടുപോയെന്നാ നീ പറഞ്ഞേ? ശ്രേയ. അയ്യോ, എന്റെ മോള് എന്തിനാ തട്ടിക്കൊണ്ടുപോയേ? ഏത് മഹാഭാവി അവളെ തട്ടിക്കൊണ്ടുപോയത്? എന്റെ ദൈവമേ! അയ്യോ ഈശ്വര. ഹൈമാവതി, ബഹളം വെക്കാതെ. എന്താ സംഭവം മഹി പറയട്ടെ. മഹിയും ജാനകിയമ്മ നിൽക്കുന്നത് കൊണ്ട് നകുലിന്റെ കുത്തിനെ പിടിച്ച് ചോദിക്കാനും പറ്റുന്നില്ലല്ലോ. ശ്രേയെ തട്ടിക്കൊണ്ടുപോയവര് എന്നെ വിളിച്ച് 10 ലക്ഷം രൂപ ചോദിച്ചു. അയ്യോ, അവര് പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് പണം എത്തിച്ചില്ലെങ്കിൽ ശ്രേയെ കൊന്നുകളയുന്ന പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.